एक ही चीज कहना चाहता हूँ और आश्वस्त करना चाहता हूँ कि हाँ, मैं आप समर्थक रहा हूँ और मैं हूँ, लेकिन उससे कहीं ज्यादा जरूरी ये है कि मैं एक बीजेपी विरोधी हूँ। मैं आइडियोलॉजिकली बीजेपी और आरएसएस का पूरी तरह विरोध करता हूँ। मैं आइडियोलॉजिकली बीजेपी और आरएसएस का पूरी तरह विरोध करता हूँ. ആ അതാണ് കാര്യം. ഇയാൾ വന്നേക്കുന്നത് ബി ജെ പി വിരുദ്ധതയും കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആർ എസ് എസ് വിരുദ്ധതയും കൊണ്ട് മാത്രമാണ്. അവരെ ഇഷ്ടമല്ല. അപ്പം അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് പൊതുസമൂഹത്തിൽ സമരം ഉണ്ടാക്കുക, കുറേ ആൾക്കാരെ ജയിലിലേക്ക് വിടുക, നേതാവാവുക. പണ്ട് എ എ പിയുടെ നേതാവ് പറഞ്ഞത് തന്നെ, നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ തന്നെ, ഇവൻ്റെ മുഖംമൂടി അഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അരവിന്ദ് കെജ്രിവാളിനെ കാണാം. അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, അല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. ഇപ്പോൾ ആർ എസ് എസ് വിരോധിയാണ്, ആവാം. ആർ എസ് എസ് വിരോധിയാൽ എന്താ പ്രശ്നം? ആർ എസ് എസിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് ഇന്ത്യയിലുള്ളത്? അല്ല. ബി ജെ പി വിരോധിയാവാം. എന്ത് ബി ജെ പി മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യയിലുള്ളത്? അല്ല. ബി ജെ പിക്കകത്ത് തന്നെ ആൾക്കാരുണ്ട്, ആർ എസ് എസിനകത്ത് തന്നെ ആൾക്കാരുണ്ട് അവരെ ഇഷ്ടപ്പെടാത്തവർ കാണും, അവർ ഐഡിയോളജിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തവർ കാണും, പിടിച്ചു നിൽക്കുന്നവർ കാണും. എന്നാൽ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാവാം, ആർ എസ് എസ്സുകാരനായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം, ബി ജെ പിക്കാരനായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അതിനു വേണ്ടിയിട്ട് ഈ പിള്ളേരെ, ഈ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിള്ളേരെ തെരുവിലിറക്കി അവന്മാരെ കൊണ്ട് ഇവിടുത്തെ ഒരു ജൻസി വിപ്ലവം ഉണ്ടാക്കി, നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടാക്കിയത് പറ്റും എന്ന് വിചാരിച്ച് ലവന്മാർ അച്ചാരവും മേടിച്ചുകൊണ്ട് വന്നവനാണെന്നുണ്ടെയൊക്കെ കുണ്ടി പൊളിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നൂടെ ഒന്ന് ആലോചിച്ചോണം. അതാദ്യം മനസ്സിലാക്കിയത്. വിരോധം എത്ര വേണമല്ലോ ആയിക്കോ, ആർ എസ് എസിനോടോ ബി ജെ പിയോടോ ഒക്കെ വിരോധം ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. നീ വന്നേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന ഒരു പാർട്ടി, കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കിയത് തന്നെ കള്ളത്തരത്തിലൂടെയാണ്. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജി അവിടെയുള്ള അഭിഭാഷകരെക്കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ പുതുതലമുറയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറേ പണിക്ക് പോകാത്ത വെറുതെ ഇരിക്കുന്ന കുറേ എ പിയിലെ കുറേ ഒമാരെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഒമർ ഖാലിദിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയുടെ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ടീമുകളെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് നീയൊക്കെ കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കിയത് ഈ പറയുന്ന ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവർ ഭരിച്ചോളും, അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. എന്തായാലും നിൻ്റെ വായിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, അത് നന്നായി.